നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ കേരള ജനതയോട് കാണിക്കുന്ന അവഗണനയ്ക്കും സാമ്പത്തിക ഉപരോധത്തിനുമെതിരെ KSFയിലെ ഓഫീസേഴ്സ് യൂണിയനും സ്റ്റാഫ് അസോസിയേഷനും ഇന്ന് കൊല്ലം റൂറൽ റീജിയൻ ഓഫീസ് അങ്കണത്തിൽ വെച്ച് നടത്തിയ ധർണ CITU ജില്ലാ സെക്രട്ടറി ജയമോഹൻ ഉദ്ഘാടനം നിർവഹിക്കുകയും KSFE സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗോപിനാഥ് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ധർണയുടെ മുഖ്യപ്രഭാഷണം KSFE സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുരളീകൃഷ്ണൻ നടത്തി. നമുക്ക് ഏതെങ്കിലും വ്യക്തിപരമായ ആനുകൂല്യങ്ങളോ അവകാശങ്ങളോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒത്തുകൂടൽ. കേരളീയരായിട്ടുള്ള 3.5 കോടി മനുഷ്യരുടെ ആവശ്യങ്ങൾ നിഷേധിക്കുന്ന, നമ്മളോട് അവഗണന കാട്ടുന്ന, നിരന്തരമായി നമ്മുടെ പ്രതിസന്ധിയിലും പ്രയാസത്തിലേക്കും കുട്ടികളെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണമാറ്റം അടിച്ചേൽപ്പിക്കുന്ന നയങ്ങൾക്കെതിരായി പ്രതികരിക്കാൻ മലയാളികളായിട്ടുള്ള എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതിനൊരു കണ്ണിയാവാൻ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു എന്നതാണ് ഈ പ്രതിഷേധത്തിന് തന്നെ കാരണമെന്ന്. ഒരു ദിവസം സ്ഥിരമായി ഒരു ആംബുലൻസ് റോഡേ പോകണം, നമുക്കൊരു സംശയം തോന്നും. ഒരു ദിവസം അതൊന്ന് നോക്കണം എന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ആശുപത്രിയിലെ 4 നേഴ്സന്മാർ സ്ഥിരമായിട്ട് അതിനകത്താണ്. ഒരു തടസ്സമില്ലല്ലോ, താമസിച്ചിറങ്ങിയാലും മതി, നേരെ അങ്ങ് പോവുകയാണ്. എല്ലാവരും സൈഡ് ഓടിക്കുകയും ചെയ്യും, യാതൊരു കുഴപ്പമില്ല. ചിലപ്പോഴാണെങ്കിൽ ഒരു ടർക്കി ഇട്ട് പൊതിഞ്ഞു വിട്ടേക്കും. അത് പക്ഷേ വ്യാഗുകളായിരിക്കുമല്ലോ. ഇങ്ങനെയും ദുർവ്യാപനം ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മൾ കൊടുത്ത വണ്ടിയല്ലേ അത്. KSFE കൊടുത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സർക്കാർ പണം കൊടുത്ത് വാങ്ങിയ വണ്ടികളാണ്. പക്ഷെ അങ്ങനെയുള്ളവർക്കൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. ഏത് കാര്യം ആർക്ക് ചെയ്യുമ്പോഴും പാവപ്പെട്ടവർ പോയിരിക്കണം. അപ്പോൾ നമ്മൾ ആംബുലൻസ് വാങ്ങി ലാഭത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ കൊടുക്കുന്നു. 1-2 ഗ്രാമങ്ങളെ നമ്മൾ ദത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ. അതൊരു നല്ലതാണ്. ഒരു KSFE ഗ്രാമം, അവിടെ വേണ്ട പാവപ്പെട്ട ആളുകൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നു. അപ്പോൾ ലാഭത്തിൻ്റെ ഒരു ചെറിയ ഭാഗം നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. മറ്റ് സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മളൊരു ചെറിയ കൈത്താങ്ങ് സഹായമായി നമ്മൾ ചെയ്യും. ഇതുപോലെ ഒരുപാട് പാലങ്ങളും റോഡുകളും പള്ളിക്കൂടങ്ങളും ഹോസ്പിറ്റലുകളും ഒക്കെ ഉണ്ടാക്കാൻ ലാഭത്തിൻ്റെ ഒരു ഭാഗം ചെലവഴിച്ചുകൊണ്ടിരുന്ന, ലോകത്തിന് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന, ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു LIC, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഒന്നാണ്. ഇത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു പൊതുമേഖല സ്ഥാപനം KSFE. LIC ഈ സഹായം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന LIC കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനം. ആ സ്ഥാപനം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊന്നും ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ നിയന്ത്രണ അധികാരമുള്ളവർക്ക്. അതുകൊണ്ടാണ് നല്ല ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനത്തിൻ്റെ ഓഹരികൾ വിറ്റ് അത് സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് ലോകസഭയിലും രാജ്യസഭയിലും ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തതിനെ തുടർന്നുള്ള പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് ആകെ നമ്മൾ കണ്ടതാണ്. അതിനനുഭവം പ്രകടിപ്പിക്കാനും നമ്മൾ പോയതാണ്.